ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലവ് ഇംഗ്ലീഷ് വിത്ത് സിൻ. ഇന്നത്തെ ഈ വീഡിയോ സ്കൂൾ തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ ഇംഗ്ലീഷ് പരീക്ഷകൾക്ക് ഉറപ്പായും ചോദിക്കുന്ന ലെറ്റർ റൈറ്റിംഗ് എന്ന ഒരു പോർഷനിൽ നിന്നുള്ള ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ലെറ്റേഴ്സ് എഴുതുന്ന രീതികൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ഫോമൽ ലെറ്റേഴ്സും ഇൻഫോമൽ ലെറ്റേഴ്സും ഇവ എങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഫോമൽ ലെറ്റേഴ്സാണ്. അപ്പോൾ എന്താണ് ഫോമൽ ലെറ്റർ? എ ഫോമൽ ലെറ്റർ ഈസ് എ ലെറ്റർ ബിറ്റ്വീൻ ടു പേഴ്സൺസ്, ഓർഗനൈസേഷൻസ് ഓർ പ്രൈവറ്റ് പാർട്ടീസ്, എയ്തർ വിത്തിൻ എ ബിസിനസ് ഫേം ഓർ വിത്തിൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാകാം, രണ്ട് ഓർഗനൈസേഷൻസ് തമ്മിലുള്ളതാവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് തമ്മിലുള്ള ഒരു ഫോമൽ സ്റ്റൈൽ ഓഫ് ലെറ്റർ റൈറ്റിംഗ് ആവാം ഈ ഒരു ഫോമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഫേമിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ നിന്നുകൊണ്ട് ആ ഒരു ഫോമൽ സെറ്റപ്പിൽ തയ്യാറാക്കുന്ന ഒരു ലെറ്ററാണ് ഫോമൽ ലെറ്റർ എന്ന് പറയുന്നത്. A formal letter should be presented in a manner that makes the reader feel as if he or she is reading a professional document. അതായത് വളരെ ഫോമൽ സ്റ്റൈലും വളരെ ഫോമലായിട്ടുള്ളൊരു രീതിയും ആയതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്ന ഒരാൾക്ക്, വായിക്കുന്ന റീഡറിന് ഞാൻ ഈ വായിക്കുന്നത് ഒരു പ്രൊഫഷണൽ ഡോക്യുമെൻ്റ് ആണ്, എൻ്റെ കരിയറിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു ബോധ്യം അയാൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇതെഴുതുന്ന രീതി. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു ഫോമൽ ലെറ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യൂസ് ഓഫ് കൊളോക്കിയൽ വേർഡ്സ്, ഷോർട്ട് ഫോംസ്, സ്ലാങ് ലാംഗ്വേജ് ആൻഡ് അബ്രിവേഷൻസ് ആർ സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത്, ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് കൊളോക്കിയലായിട്ടുള്ള യൂസേജുകൾ, അതുപോലെ ഷോർട്ട് ഫോംസ്, അബ്രിവിയേഷൻസ്, അതുപോലെ സ്ലാങ് ലാംഗ്വേജ്, ഓക്കെ, അതായത് പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള സംസാര രീതികൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഉപയോഗിച്ച് വരുന്ന വാക്കുകൾ, ഓക്കെ, അതായത് അച്ചടി ഭാഷയിലില്ലാതെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജിലില്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലാങ് വേർഡ്സ്, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ദ ലെറ്റർ മസ്റ്റ് ബി ടു ദ പോയിൻറ്റ്, പ്രിസൈസ് ആൻഡ് ക്ലിയർലി ഇൻഡിക്കേറ്റിംഗ് ദ മെസ്സേജ്. അതായത് നമ്മൾ ഈ ഒരു ഫോമൽ ലെറ്റർ എന്തിനാണ് എഴുതുന്നത് എന്നുള്ളത് വളച്ചു കെട്ടൊന്നുമില്ലാതെ സ്ട്രെയിറ്റ് അവേ പറയണം, ടു ദ പോയിൻ്റ് ആയിരിക്കണം. അതുപോലെ വളരെ ക്രിസ്പായിട്ട്, ക്രിസ്റ്റൽ ക്ലിയറോടുകൂടി വേണം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. അതുപോലെ നമുക്ക് കാണാം, ദ സബ്ജക്റ്റ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫോമൽ ലെറ്റേഴ്സ്. ഇത്തരത്തിൽ ഫോമൽ ലെറ്റേഴ്സ് എഴുതുന്ന സമയത്ത് സബ്ജക്റ്റ് ലൈൻ എന്നൊരു കാര്യം ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിലാണ് നമ്മൾ എന്ത് കാര്യത്തിനാണ്, എന്ത് പേർപ്പസിന് വേണ്ടിയാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനുള്ളത്. ഇതിപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ആവാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോർ എ ജോബ് ആവാം. അങ്ങനെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഈ ഒരു ഫോമൽ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനുള്ളത് സബ്ജക്റ്റ് ലൈനിലാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെ പേർപ്പസിന് വേണ്ടിയാണ് ഫോമൽ ലെറ്റേഴ്സ് എഴുതുന്നതെന്ന് നോക്കാം. ഒന്ന്, ഈ ഒരു ലെറ്റർ വേണമെങ്കിൽ ഒരു പത്രത്തിൻ്റെ പത്രാധിപർക്കുള്ള ലെറ്റർ ആവാം. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി എ ലെറ്റർ ടു ദ എഡിറ്റർ. അതുപോലെ ലെറ്റർ ടു ദ ഗവൺമെൻറ് ആകാം, അല്ലേ? നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇത് പെടുത്തുവാനായിട്ട്, ഈ ഒരു പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ലെറ്റർ എഴുതാം, ലെറ്റർ ടു ഗവൺമെൻറ്. അപ്പോൾ ലെറ്റർ ടു ദ പോലീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനായിട്ട് SIA CIA ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലെറ്റർ എഴുതാം. അതുപോലെ ഇറ്റ് ക്യാൻ ബി എ ലെറ്റർ ടു ദ പ്രിൻസിപ്പൽ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലെറ്റർ എഴുതാം. അതുപോലെ ഇറ്റ് ക്യാൻ ബി ഓർഡർ ലെറ്റർ, കംപ്ലയിൻറ്റ് ലെറ്റർ ആവാം, ഇൻക്വയറി ലെറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ലെറ്റർ ആവാം. ഇതൊന്നും അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ ഫോർ ജോബ് ആവാം, ഒരു ജോബിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ലെറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോകുമ്പോൾ അവിടുത്തെ ബാങ്ക് മാനേജർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതുന്ന ലെറ്റർ ആവാം. അതുപോലെ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ തയ്യാറാക്കാം. അതുപോലെ റെസിഗ്നേഷൻ ലെറ്റർ, ഒരു ജോബിൽ നിങ്ങൾ പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാം, അല്ലേ? അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതൊക്കെ നമ്മൾ കാണും. അതുപോലെ ലീവ് ആപ്ലിക്കേഷൻ, ഇതെല്ലാം തന്നെ നമുക്ക് കാണാം ഒരു സ്ഥാപന അധികാരിക്ക്, സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സ് ആയിരിക്കും. അതൊക്കെ തന്നെയും നമ്മൾ അത് എഴുതുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഫോമൽ സ്റ്റൈലിലായിരിക്കും എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പേർപ്പസിന്, പ്രധാനപ്പെട്ട പേർപ്പസാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലെറ്റേഴ്സ് എഴുതാറുണ്ട്, അല്ലേ? അപ്പോൾ അതെല്ലാം ഈ പേർപ്പസിനകത്ത് വരുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഫോമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം ഇവിടെ കാണാം സെൻഡേഴ്സ് അഡ്രസ്സ് കാണാം, കണ്ടോ? ഏറ്റവും മുകളിലായി ആർക്കാണോ നമ്മൾ അയക്കുന്ന, അല്ലേ, നമ്മുടെ അഡ്രസ്സാണ് അവിടെ വയ്ക്കാനായിട്ട്, കേട്ടോ. ഓക്കെ, സെൻഡറിൻ്റെ അഡ്രസ്സ് അവിടെ വയ്ക്കുക. അത് കഴിഞ്ഞ് ഡേറ്റ്, എന്നാണ് ഈ ലെറ്റർ എഴുതുന്നുള്ള ഡേറ്റ് വയ്ക്കുക. അതിനുശേഷം റിസീവേഴ്സ് അഡ്രസ്സ്, ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അദ്ദേഹമാണ് നമ്മുടെ റിസീവർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആണെങ്കിൽ പ്രിൻസിപ്പൽ, SI ആണെങ്കിൽ SI, ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരി ആരാണോ അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനും കമ്പനിയുടെ അഡ്രസ്സും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ റിസീവേഴ്സ് അഡ്രസ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഒരു ഗ്രീറ്റിംഗ് കൊടുക്കുക. കണ്ടോ, ഗ്രീറ്റിംഗ് കൊടുക്കുക അഥവാ ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക. ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മിസ്റ്റർ, ആളുടെ പേര്. ഓക്കെ, അത് ഇൻക്ലൂഡ് ചെയ്യാം. അത് കഴിഞ്ഞ് എന്ത് കാര്യത്തിനാണോ നമ്മൾ ഈ ഒരു ലെറ്റർ എഴുതുന്നത് അതാണ് സബ്ജക്റ്റ് ലൈനിൽ കൊടുക്കാനുള്ള. കണ്ടോ, സബ്ജക്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് ബോഡിയിലാണ് നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നത്. എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ ലെറ്റർ എഴുതിയത് അത് വിശദീകരിച്ച് പറയുന്നത് എവിടെയാണ്? ബോഡിയിലാണ്. അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കത്ത് നമുക്ക് ചുരുക്കാവുന്നതാണ്. അതിനായിട്ട് ക്ലോസിംഗ് ഓഫ് ദ ലെറ്ററിൽ ക്ലോസിംഗ് റിമാർക്സ് അല്ലെങ്കിൽ ക്ലോസിംഗ് ആ ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറയും. ഓക്കെ, അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. റെസ്പെക്ട്ഫുള്ളി യുവേഴ്സ് അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ്, ട്രൂലി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും അവസാനം സിഗ്നേച്ചർ എന്നൊരു പോർഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫോമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ്. നെക്സ്റ്റ് കാണാം സല്യൂട്ടേഷൻ. നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ ഒരു ലെറ്റർ എഴുതുമ്പോഴത്തേക്കും സല്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി തന്നെ കണ്ടായിരുന്നു ഒരു ഫോമൽ ലെറ്ററിൻ്റെ രീതികൾ എങ്ങനെയെന്ന് കണ്ടു. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ ഒരു സല്യൂട്ടേഷൻ എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. അപ്പോൾ സല്യൂട്ടേഷൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അത് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാനുള്ളതെന്ന് കാണാം. ഓക്കെ, സല്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ കസ്റ്റമറി ഗ്രീറ്റിംഗ് ടു ദ റെസിപ്പിയൻ്റ് ഓഫ് ദ ലെറ്റർ. നമ്മൾ ആർക്കാണോ ഈ ഒരു ലെറ്റർ എഴുതുന്നത് അദ്ദേഹത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതായത് ഗ്രീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സല്യൂട്ടേഷൻ രീതിയാണിത്. ഓക്കെ, ഇഫ് ദ നെയിം ഓഫ് ദ റെസിപ്പിയൻ്റ് ഈസ് നോൺ ദ സല്യൂട്ടേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ഡിയർ ഫോളോഡ് ബൈ മിസ്റ്റർ ഓർ മിസ്സസ് ഓർ മിസ്. അപ്പോൾ ഡിയർ മിസ്റ്റർ ഷാജി ഓർ ഡിയർ മിസ്റ്റർ സ്മിത്ത്, ഓക്കെ, അല്ലെങ്കിൽ ഡിയർ മിസ്സസ് രേഖ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അവരെ അഡ്രസ്സ് ചെയ്യാം, അവരുടെ നെയിം അറിയാമെങ്കിൽ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, അതായത് പ്രിൻസിപ്പലിൻ്റെ അല്ലെങ്കിൽ സ്ഥാപന മേലധികാരിയുടെ പേര് നിങ്ങൾക്ക് അറിയില്ല, അദ്ദേഹത്തിൻ്റെ ജെൻഡറും നിങ്ങൾക്കറിയില്ലെങ്കിൽ ഡിയർ സർ ഓ ഡിയർ മാഡം അല്ലേ, ഡിയർ സർ ഓ മാഡം നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. ഇതേ രീതിയിൽ വേണം നമ്മൾ സല്യൂട്ടേഷൻ എഴുതാനായിട്ട്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. നമ്മുടെ ആ ഒരു കത്തിൻ്റെ ഫോമാറ്റ് എടുക്കുമ്പോൾ നമ്മൾ കണ്ടു ബോഡി അല്ലേ. ബോഡിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? നമുക്കറിയാം ബോഡി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് എനി ലെറ്റർ. ഏതൊരു കത്തിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് അതിൻ്റെ ബോഡി അല്ലേ. എന്താണ് അതിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഫേർണിഷസ് ദ റീസൺ ബിഹൈൻഡ് റൈറ്റിംഗ് ദ ലെറ്റർ. അതായത് നമ്മളൊരു കത്ത് എഴുതുന്നു, അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് സൂചിപ്പിക്കുന്നത് എവിടെയാണ്? ബോഡിയിലാണ് അല്ലേ. ഫോർ ഫോമൽ ലെറ്റേഴ്സ് കാൻഡിഡേറ്റ്സ് ഷുഡ് യൂസ് ഷോർട്ട് ക്ലിയർ ലോജിക്കൽ പാരഗ്രാഫ്സ് ടു സ്റ്റേറ്റ് ദ സബ്ജക്റ്റ് മാറ്റർ. അതായത് ഒരു ഫോമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് ഇത് എഴുതുന്നയാൾ എന്ത് ചെയ്യണം? വളരെ ഷോർട്ടായിട്ട്, വളരെ ക്രിസ്പായിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, വളരെ ലോജിക്കലായിട്ട് വേണം പാരഗ്രാഫ്സ് അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട്. നിങ്ങൾ എന്താണോ സബ്ജക്റ്റ് മാറ്റർ എന്നുള്ളത് വിശദീകരിച്ച് എഴുതാനുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബോഡി നമുക്ക് പ്രധാനമായിട്ടും 3 പാരഗ്രാഫ്സ് ആയിട്ടാണ് എഴുതാനുള്ളത്. ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യണം? ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മെയിൻ പോയിന്റ് എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നതായിരിക്കണം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇനി മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് പോയിന്റ്സ് ആൻഡ് ഡീറ്റെയിൽസ് ടു ജസ്റ്റിഫൈ ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെറ്റർ എഴുതുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് ഞങ്ങൾ ഈ അഡ്രസ്സ് ചെയ്യുന്നൊരു ടോപ്പിക് അല്ലെങ്കിൽ ഈ അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയം എന്തുകൊണ്ട് റിലവൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സപ്പോർട്ടിംഗ് പോയിന്റ്സ്. അതായത് നിങ്ങൾ ഈ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഒരു ആശയം, നിങ്ങൾ ഈ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അതിൻ്റെ സപ്പോർട്ടിംഗ് പോയിന്റ്സ്, എന്തുകൊണ്ട് ഇത് ആവശ്യപ്പെടുന്നു, എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസും ഒക്കെയാണ് നിങ്ങൾ മിഡിൽ പോർഷനിൽ, മിഡിൽ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നിങ്ങളൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ് എന്ന് പറയുകയാണെങ്കിൽ മിഡിൽ പോർഷനിൽ എന്തുണ്ടായിരിക്കണം? നിങ്ങൾ എന്തുകൊണ്ട് ഈ ജോബിന് അപ്ലൈ ചെയ്യുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ള കാര്യം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ മിഡിൽ പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. റിക്വസ്റ്റ് ഫോർ സം ആക്ഷൻ ഓർ വാട്ട് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് അല്ലെ, വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. അതായത് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ, ജോബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ഫർദർ കാര്യം എന്താണ്? ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനായി ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു റിപ്ലൈ ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോലീസിന് കത്തെഴുതുകയാണെങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ. ഇങ്ങനെയൊക്കെ എൻഡ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ റിക്വസ്റ്റ് ഫോർ സം ആക്ഷൻ, എന്തെങ്കിലും ഒരു നടപടി എടുക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും, അപേക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ ഫോമൽ ലെറ്റർ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ കൺക്ലൂഷൻ പോർഷനിൽ നമ്മൾ അത് വേണം ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, മിഡിൽ പാർട്ട് ഉണ്ടായിരിക്കുക, കൺക്ലൂഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് ബോഡിയിൽ വേണ്ടത്. ഇനി കോംപ്ലിമെൻ്ററി ക്ലോസ്, അതായത് നമുക്ക് കാണാം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് എ ലെറ്റർ വി ഹാവ് ടു ഇൻക്ലൂഡ് we have to show our respect in a polite manner അല്ലേ. അതായത് സച്ച് ആസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി തുടങ്ങിയ രീതിയിൽ കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുത്തായിരിക്കണം നമ്മൾ ഒരു ലെറ്റർ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു എൻഡ് ഓഫ് ദ ലെറ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ് എന്ത്? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്നുള്ളൊരു കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സാമ്പിൾ ലെറ്റർ ഫോമാറ്റ് നോക്കാം. നോക്കി, ഫോമൽ ലെറ്ററിൻ്റെ സാമ്പിൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഞാനിവിടെ എൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കൊടുത്തു അല്ലേ. ആർക്കാണോ ലെറ്റർ അയക്കുന്നത് റിസീവറിൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാനത് എഡിറ്ററിനാണ് അയക്കുന്നത് കേട്ടോ. ലെറ്റർ ടു എഡിറ്ററാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഡിറ്റർ ഇൻ ചീഫ്, ദ ഹിന്ദു ഡെയിലി, എയർപോർട്ട് റോഡ്, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് ഞാൻ റിസീവറിൻ്റെ അഡ്രസ്സ് വെച്ചു. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഒരു സല്യൂട്ടേഷൻ കൊടുത്തു, സർ അല്ലെങ്കിൽ ഡിയർ സർ ഓർ റെസ്പെക്റ്റഡ് സർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു സബ്ജക്റ്റ് ലൈൻ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എന്താണ് ഞാൻ പറയുന്ന സബ്ജക്റ്റ് എന്താണ്, ഞാൻ എന്തിനെക്കുറിച്ചാണ് എന്തിനു വേണ്ടിയാണ് ലെറ്റർ എഴുതുന്നത്, അവരുടെ ശ്രദ്ധയിൽ ഞാൻ എന്താ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ അവർ ലൊക്കാലിറ്റി ഡ്യൂറിങ് മൺസൂൺ സീസൺ കോസിങ് അസ് ഡിഫിക്കൽട്ടീസ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രശ്നത്തെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്ത് ഇവർക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ സബ്ജക്റ്റ് ലൈനിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ എന്ത് കാര്യം പറഞ്ഞുകൊണ്ടാണോ ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് അതാണ് സബ്ജക്റ്റിൽ എഴുതാനുള്ളത്. അപ്പോൾ ഞാനൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം സബ്ജക്റ്റ് ലൈനിൽ? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ആ പോസ്റ്റിൻ്റെ പേരെന്താണോ അത് കൊടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു കൃത്യമായിട്ട് മിഡിൽ പോർഷൻ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കൺക്ലൂഷൻ പോർഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? യു വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് us in drawing their attention and resolving this matter at the earliest എന്ന് പറഞ്ഞാൽ ഞാൻ എൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉചിതമായ നടപടി എടുക്കാനും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ കത്ത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആക്ഷനെ കുറിച്ചിട്ട് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലോസിംഗ് റിമാർക്കായിട്ട് താങ്കിങ് യു യുവേഴ്സ് സിൻസിയർലി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. യുവേഴ്സ് സിൻസിയർലി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിഗ്നേച്ചർ, നമുക്ക് നമ്മുടെ പ്രിൻ്റ് ഔട്ട് എടുത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അത് സിഗ്നേച്ചർ ഇടാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ സിഗ്നേച്ചർ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ നമ്മളുടെ പേര്. ഓക്കെ, ഇതൊരു സാമ്പിൾ ഫോമൽ ലെറ്ററാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഇൻഫോമൽ ലെറ്ററാണ്. ഇൻഫോമൽ ലെറ്റർ അഥവാ കാഷ്വൽ ആയിട്ട് വളരെ ഫ്രണ്ട്ലി മാനറിൽ നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സാണ് ഇൻഫോമൽ ലെറ്റേഴ്സ്. എന്തിനാണ് ഇതൊക്കെ? സാധാരണയായിട്ട് നമ്മൾ എന്തിനാണ് ഈ ഒരു ഇൻഫോമൽ ലെറ്റർ എഴുതുന്നത്? പർപ്പസ് എന്തൊക്കെയാണ്? ഇൻവൈറ്റിംഗ് എ ഫ്രണ്ട് ഫോർ എ സെറിമണി, സേ ഫോർ എ ബർത്ത്ഡേ. ഓക്കെ, ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാവാം, അവർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ലെറ്റർ ആവാം. ഇപ്പോൾ മാരേജിനാവാം. കോളിംഗ് എ ഫ്രണ്ട് ഫോർ എ ട്രിപ്പ് ഓർ ഹോളിഡേക്കോ ട്രിപ്പിനോ പിക്നിക്കിനോ വേണ്ടിയിട്ട് തൻ്റെ ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ലെറ്റർ ആവാം. ആസ്കിങ് സോറി ഓർ അപ്പോളജൈസിങ് ടു സംവൺ ഫോർ മിസ്റ്റേക്സ് യു ഹാവ് ഡൺ. നമ്മൾ ചെയ്തു പോയൊരു തെറ്റിന് മറ്റൊരാളോട് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ ആവാം. അതുപോലെ കൺഗ്രാറ്റുലേറ്റിംഗ് എ ഫ്രണ്ട് ഫോർ ഹിസ് സക്സസ് ഓർ അച്ചീവ്മെൻറ്റ്, ഒരു നേട്ടം നേടിയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ള ഫ്രണ്ടിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ലെറ്റർ ആവാം. അതുപോലെ റൈറ്റിംഗ് ജസ്റ്റ് ടു ആസ്ക് ഫോർ ദ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ, അതായത് ജസ്റ്റ് കുശലാന്വേഷണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഉള്ള ലെറ്റർ ആവാം. അയാൾക്ക് സുഖമാണോ, എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്ന ലെറ്റർ ആവാം. അല്ലെങ്കിൽ ആസ്കിങ് ഓർ ഇൻവൈറ്റിംഗ് ഫോർ എ മാരേജ്, അതുപോലെ ആസ്കിങ് ഹെൽപ്പ് ഫ്രം സംവൺ, എന്തെങ്കിലും ഒരു സഹായത്തിന് ആവശ്യപ്പെട്ടുള്ള ലെറ്റർ ആവാം. ഇൻഫോമിങ് അബൌട്ട് സംവൺസ് ഡിമൈസ് ഇൻ ഫാമിലി ഓർ ഫ്രണ്ട്സ്, കൂട്ടുകാരിലോ വീട്ടുകാരിലോ ഒക്കെ പെട്ട ആൾക്കാരുടെ ആരുടെയെങ്കിലും മരണം ഇൻഫോം ചെയ്തുകൊണ്ടുള്ള ലെറ്റർ ആവാം. അങ്ങനെ ഇത്തരത്തിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സാണ് ഈ ഇൻഫോമൽ ലെറ്റേഴ്സ് അഥവാ കാഷ്വൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്റേഴ്സിൽ വരുന്നത്. ഇതിനൊരു ഫോമാറ്റ് എങ്ങനെയാണ് നമുക്ക് കാണാം. ആദ്യം അഡ്രസ്സ് വയ്ക്കാം, അതായത് ആരാണോ ഈ ലെറ്റർ എഴുതുന്നത് ആളുടെ അഡ്രസ്സ് ആദ്യം വയ്ക്കുക. അത് കഴിഞ്ഞ് ഡേറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആർക്കാണോ ഈ കത്ത് എഴുതുന്നത് ആ ആളെ അഡ്രസ്സ് ചെയ്യുക. ഡിയർ പൂജ അല്ലെങ്കിൽ ഡിയർ കിറ്റി അല്ലെങ്കിൽ ഡിയർ വിൽ അല്ലെങ്കിൽ ഡിയർ അരുൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ആ ആളിനെ സല്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സൂപ്പർസ്ക്രിപ്ഷൻ വെച്ചാൽ ആ ഒരു സല്യൂട്ടേഷൻ ഉള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടൊരു ബോഡി ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഫസ്റ്റ് പാരയിൽ എന്തൊക്കെ ഉണ്ടാവണം? ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, എന്തിനാണ് ലെറ്റർ എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ എന്താ ചോദിക്കുക? ഹൗ ആർ യു ചോദിക്കാറുണ്ട് അല്ലേ. പിന്നെ അതുപോലെ പഠനം എങ്ങനെ പോകുന്നു, ജോബ് എങ്ങനെ പോകുന്നു ഇതൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അതെല്ലാം ഇൻട്രൊഡക്ഷൻ പോർഷനിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് മെയിൻ കണ്ടൻറ്റ്, എന്തിനാണോ ഈ ലെറ്റർ എഴുതുന്നത് അത് കൃത്യമായിട്ട് വിശദീകരിച്ചുകൊണ്ട് മെയിൻ കണ്ടൻറ്റ് എഴുതാം. ഓക്കെ, അതൊരു ലോങ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ ലോങ് ഡിസ്ക്രിപ്ഷൻ. അത് കഴിഞ്ഞിട്ട് കാണാം കൺക്ലൂഷൻ ഓർ എൻഡ് ഓഫ് ലെറ്റർ. അതിലെന്തായിരിക്കും ചെയ്യുന്നത്? എന്ത് കാര്യമാണോ പറഞ്ഞത് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഈ ഒരു പരിപാടിക്ക് നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതായിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ആ ഒരു കൺക്ലൂഷൻ പോർഷനിൽ നമ്മൾ എൻഡ് ചെയ്യുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സബ്സ്ക്രിപ്ഷൻ. സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ സല്യൂട്ടേഷൻ ആയിരുന്നു അല്ലേ. സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഒരു റൈറ്ററിൻ്റെ നെയിം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള താഴത്തെ പോർഷനാണ് എന്ത്? സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർസ്ക്രിപ്ഷൻ ഏറ്റവും മേലായിരിക്കും, സബ്സ്ക്രിപ്ഷൻ ഏറ്റവും താഴെയായിരിക്കും. അപ്പോൾ അതിൽ യുവേഴ്സ് ലവിംഗ്ലി അല്ലേ, ഒരു ക്ലോസിംഗ് റിമാർക്കായിട്ട് യുവേഴ്സ് ലവിംഗ്ലി, അത് കഴിഞ്ഞ് എഴുതുന്നതിൻ്റെ പേര്. സിഗ്നേച്ചർ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ആർക്കാണോ ലെറ്റർ അയക്കുന്നത് അല്ലേ ആ ആളുടെ അഡ്രസ്സായി കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ മനോധർമ്മമാണ്. മാക്സിമം കലാപരമായിട്ട് എഴുതുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണാം. അതിന് മുമ്പായിട്ട് ആദ്യം സല്യൂട്ടേഷൻ നോക്കാം കേട്ടോ. സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ഇൻഫോമൽ ലെറ്റർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം ആർക്കാണ് ഈ ലെറ്റർ എഴുതുന്നത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. സിൻസ് യു നോ ദ പേഴ്സൺ യു ആർ റൈറ്റിംഗ് ടു, ദ ഗ്രീറ്റിംഗ് ക്യാൻ ബി ഇൻഫോമൽ ആസ് വെൽ. ഓക്കെ, ഇൻഫോമൽ ആയിട്ടുള്ള രീതിയിൽ മതി, ഒട്ടും ഫോമൽ ആവേണ്ട കാര്യമില്ല. ഇഫ് ഇറ്റ് ഈസ് എ ഫ്രണ്ട് ഓർ സംവൺ ക്ലോസ് ടു യുവർ ഏജ് യു ക്യാൻ ഗ്രീറ്റ് ദം ബൈ ദിയർ ഫസ്റ്റ് നെയിം, ഡിയർ ആൻസൺ അല്ലെങ്കിൽ ഡിയർ പ്രിയ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അഡ്രസ്സ് ചെയ്യാം, പേര് വിളിച്ച് അഡ്രസ്സ് ചെയ്യാം അല്ലേ. ഇഫ് യു ആർ റൈറ്റിംഗ് ടു യുവർ റിലേറ്റീവ്സ് ലൈക്ക് യുവർ മദർ, ഫാദർ, ആൻറ്റ്, അങ്കിൾ ഇങ്ങനെയുള്ള ആർക്കെങ്കിലും ആണെങ്കിൽ ഡിയർ മോം, ഡിയർ ഡാഡ് അല്ലേ എന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. If you are writing to an elder person, someone you respect greatly, you can address them as Miss or Mrs.
ആൾ, ഓക്കെ, ആളുടെ പേര്, ഓക്കെ, ഡിയർ മിസ്റ്റർ ഓർ ഡിയർ മിസ്സിസ് ആൻസൺ ഓർ ഡിയർ മിസ്സിസ് രേഖ, അല്ലേ, എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നിങ്ങളുടെ സല്യൂട്ടേഷൻ. വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെയധികം ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളത കാണിക്കുന്ന രീതിയിൽ ഒരു അഡ്രസ്സിങ് ആയിരിക്കണം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വി ക്യാൻ സി ബോഡിയിൽ 3 പോർഷൻസ് നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, മെയിൻ പാരഗ്രാഫ്, അത് കഴിഞ്ഞ് കൺക്ലൂഷൻ. ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് നമുക്കറിയാം, ഇറ്റ് സെറ്റ്സ് ദ ടോൺ ഫോർ ദ ഹോൾ ലെറ്റർ, അല്ലേ, വളരെ ജോലിയായിട്ട് വളരെ ഹാപ്പി ആയിട്ട് എഴുതുന്ന ലെറ്റർ ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഒരാളുടെ മരണത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ സാഡ് ആയിട്ട് മൂഡായിരിക്കും. അപ്പോൾ എന്ത് ടോണിലാണോ നിങ്ങൾ എഴുതുന്നുള്ളത് ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. യു മൈറ്റ് ബിഗിൻ ബൈ ആസ്കിങ് ദ റെസിപ്പിയൻ അബൌട്ട് ദെയർ വെൽബീയിങ്, അല്ലെ, അവരെങ്ങനെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചായിരിക്കും നമ്മൾ ലെറ്റർ എഴുതുക, അല്ലെ, അവരുടെ വെൽബീയിങ്ങിന് അന്വേഷിച്ചായിരിക്കും ഫസ്റ്റ് പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓർ യു മേ സേ ദാറ്റ് യു ഹോപ്പ് ദ ലെറ്റർ ഫൈൻഡ്സ് ദം ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഗ്രേറ്റ് സ്പിരിറ്റ്സ്. ദ ഓപ്പണിംഗ് ഓഫ് ഇൻഫോർമൽ ലെറ്റേഴ്സ് ഷുഡ് ബി കാഷ്വൽ ആൻഡ് കംഫർട്ടിംഗ്. വായിക്കുന്നയാളിന് ഒരു വാംത്തൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഒരു ഇൻട്രൊഡക്ടറി പോർഷൻ എഴുതാനായിട്ട്. നെക്സ്റ്റ് കാണാം മെയിൻ പാരഗ്രാഫ്. ദ ലെറ്റർ ഓവറോൾ ഷുഡ് മെയിൻറ്റെയിൻ എ ഫ്രണ്ട്ലി ടോൺ, ബട്ട് യു ഹാവ് ടു അഡ്ജസ്റ്റ് ദ ലാംഗ്വേജ് ആൻഡ് വേർഡിങ്സ് അക്കോർഡിംഗ് ടു ഹൂ യു ആർ റൈറ്റിംഗ് ടു. ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വേണം എഴുതാനായിട്ട്. One way to determine the tonality of your letter is to remember how you talk to the person in a conversation. അതായത് ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ ഒരു ടോണാലിറ്റി നിലനിർത്തിക്കൊണ്ട് വേണം ലെറ്ററിൽ എഴുതാനായിട്ട്. ഓക്കെ, വളരെ ഭക്തിയോട് കൂടി നിങ്ങൾ സംസാരിക്കുന്ന ആളാണ്, വളരെ ബഹുമാനത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുന്ന ആളാണെങ്കിൽ അതേ ഒരു ബഹുമാനം ഈ ലെറ്റർ എഴുതുമ്പോഴും വേണം. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട്സിനോടാണെങ്കിൽ വളരെ ജോളിയായിട്ടിരിക്കും നമ്മൾ സംസാരിക്കുക, വളരെ ഹാപ്പി ആയിട്ടിരിക്കും സംസാരിക്കുക, അല്ലേ, അതേ രീതിയിൽ വേണം ലെറ്ററിൽ എഴുതാനായിട്ട്. ആൻഡ് ദെൻ അപ്ലൈ ദ സെയിം സിൻടാക്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് ടു ദ ലെറ്റർ. അപ്പോൾ നമ്മൾ ഒരു യൂഷ്വൽ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന അതേ സിൻടാക്സ് അതേ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആയിരിക്കണം നമ്മൾ ഈ ലെറ്ററിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ളത്. ഇനി കൺക്ലൂഷനിലാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇൻ ദ കൺക്ലൂസീവ് പാരഗ്രാഫ് സം അപ്പ് ദ റീസൺ ഫോർ റൈറ്റിംഗ് ദ ലെറ്റർ. അപ്പോൾ നമ്മൾ എന്തിനാണോ ഈ ലെറ്റർ എഴുതിയത് ആ ഒരു കാര്യത്തെ സമ്മപ്പ് ചെയ്യുക. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം നമ്മൾ, അതുകൊണ്ട് തന്നെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി ഒന്ന് സമ്മപ്പ് ചെയ്യാം. എന്നിട്ട് സേ എ മീനിങ് ആൻഡ് അഫെക്ഷനേറ്റ് ഗുഡ് ബൈ ടു ദ റീഡർ. വായിക്കുന്നയാളിന് ഒരു വളരെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഗുഡ് ബൈ പറയാം. എന്നിട്ട് ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു ഇൻവൈറ്റ് ദ റീഡർ ടു റൈറ്റ് ബാക്ക് ഓർ റിപ്ലൈ ടു യുവർ ലെറ്റർ. അതായത് നമ്മൾ എഴുതുന്ന ലെറ്ററിന് ഉടൻ തന്നെ നീ മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഷോസ് ആൻഡ് ഇൻറ്റൻഷൻ ടു കീപ് ദ കോൺവെർസേഷൻ ഗോയിങ്. രണ്ടുപേർ തമ്മിലുള്ള ഈ ഒരു സംഭാഷണം, ഈ ഒരു കത്തിടപാട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആശിച്ചുകൊണ്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ എഴുതി നിർത്താനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറുപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാകുമ്പോഴത്തേക്കും വായിക്കുന്നയാളിന് എന്ത് ചെയ്യും, ഉടനെ തന്നെ റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നും, അല്ലേ. അപ്പോൾ ആ രണ്ടുപേർ തമ്മിലുള്ള കോൺവെർസേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട 3 പോർഷൻസ്: ഇൻട്രൊഡക്ഷൻ, മെയിൻ പാരഗ്രാഫ്, കൺക്ലൂഷൻ. ഈ കോംപ്ലിമെൻ്ററി ക്ലോസ് നമുക്കറിയാം, ഒരു ഇൻഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഒന്നും ഇതിനില്ല. നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ച്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൈൻ ഓഫ് ചെയ്യാവുന്നതാണ്. ലവിംഗ്ലി അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് ലവ് അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ്, കൈൻഡ് റിഗാർഡ്സ്, കൈൻഡ്ലി, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സന്ദർഭം അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു സാമ്പിൾ ലെറ്റർ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അഡ്രസ്സ് വെച്ചു, അല്ലേ, അതിനുശേഷം ഡേറ്റ് വെച്ചു, അതിനുശേഷം ഞാൻ ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത്, ഡിയർ സന്ധ്യ, അല്ലേ, അപ്പോൾ സന്ധ്യയ്ക്ക് എഴുതുന്ന ലെറ്ററാണ്, അപ്പോൾ സന്ധ്യയുടെ പേര് വെച്ചു, ഒരു നല്ലൊരു സല്യൂട്ടേഷൻ കൊടുത്തു. അതിനുശേഷം ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ്, ഞാൻ വളരെയധികം സന്തോഷമുണ്ട്, എനിക്ക് നിങ്ങളുടെ കത്ത് ലഭിച്ചിരുന്നു, ഞാൻ അത് വായിച്ചു വളരെ സന്തോഷമായി, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞൊരു വിവരത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, അല്ലേ. ഓക്കെ, മൈ ഹാപ്പിനെസ് ന്യൂ നോ ബൗണ്ട്സ് വെൻ ഐ ഗോ ടു നോ ദാറ്റ് യു ഹാവ് ബാഗ്ഡ് ഫസ്റ്റ് റാങ്ക് ഇൻ യുവർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, അല്ലേ. അപ്പോൾ ഒരാൾ ഒരു വലിയൊരു വിജയം നേടിയിരിക്കുകയാണ്, അപ്പോൾ അതിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് ലെറ്റർ എഴുതുന്നത്, അല്ലേ ഞാൻ. അപ്പോൾ അതറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വലിയൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ. നല്ലൊരു വൈബാണ് ഞാൻ ആദ്യമേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു മെയിൻ ബോഡിയുടെ ആ ഒരു മിഡിൽ പോർഷനിലേക്ക് വന്നു. അവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യത്തെക്കുറിച്ച്, അവളുടെ ആ ഒരു ഹാർഡ് വർക്കിനെ കുറിച്ച്, അവളുടെ ഡിറ്റർമിനേഷനെ കുറിച്ചൊക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒന്ന് പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ്, അല്ലേ. അവർക്കൊരു സന്തോഷത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥതയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതുകയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും താഴെ എന്ത് ചെയ്യുന്നു, ഹോപ്പ് ടു സീ യു സൂൺ, അതായത് ഒരു ആക്ഷൻ, അല്ലേ, നിന്നെ ഉടനെ തന്നെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്, അല്ലേ. എന്നിട്ട് പിന്നെയും എന്ത് ചെയ്യണം, പേരൻസിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ അന്വേഷിച്ചായിട്ട് പറയുന്നു. ആ ഒരു ഫ്രണ്ട്ലി ടോൺ അവസാനം വരെയും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യുവേഴ്സ് ലവിംഗ്ലി ആ ഒരു ക്ലോസിംഗ് റിമാർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പേര് വെച്ചിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം എഴുതാനായിട്ട്. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാനൊരു ബോക്സിൽ ഞാൻ ആർക്കാണോ ഈ ലെറ്റർ അയക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിസീവറിൻ്റെ ലെറ്റർ ആ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലേ, ലെറ്ററിനുള്ള അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻ എ ഗ്ലാൻസ് നോക്കാം. ഫോമൽ ലെറ്ററും ഇൻഫോമൽ ലെറ്റർ എഴുതുമ്പോഴത്തേക്കും ഫോമൽ ലെറ്ററിൽ സെൻഡേഴ്സ് അഡ്രസ്, അത് കഴിഞ്ഞ് ഡേറ്റ്, അത് കഴിഞ്ഞ് റിസീവേഴ്സ് അഡ്രസ്, ദെൻ സബ്ജക്ട് ലൈൻ, അത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ, അത് കഴിഞ്ഞ് ബോഡി ഓഫ് ലെറ്റർ, അത് കഴിഞ്ഞ് കോംപ്ലിമെൻ്ററി ക്ലോസിംഗ്, സെൻഡേഴ്സ് നെയിം, സിഗ്നേച്ചർ ആൻഡ് ഡെസിഗ്നേഷൻ.
അത് വെച്ചായിരിക്കും നമ്മൾ ഫോമൽ ലെറ്റർ എഴുതുക. ഇൻഫോമൽ ലെറ്ററിലാണെങ്കിലോ സെൻഡേഴ്സ് അഡ്രസ്സ് കഴിഞ്ഞ് നേരെ ഡേറ്റിലേക്ക് പോകും, ഡേറ്റ് കഴിഞ്ഞ് നേരെ സല്യൂട്ടേഷനിലേക്ക് പോകും അല്ലേ. അവിടെ റിസീവറിൻ്റെ അഡ്രസ്സോ സബ്ജക്റ്റ് ലൈനൊന്നും ആവശ്യമില്ല, നമുക്കറിയാം. അത് കഴിഞ്ഞ് നേരെ സല്യൂട്ടേഷനിലേക്ക് പോയി, അത് കഴിഞ്ഞ് ബോഡി ഓഫ് ലെറ്ററിലേക്ക് പോയി, അത് കഴിഞ്ഞ് കോംപ്ലിമെൻ്ററി ക്ലോസിംഗ്, സെൻഡേഴ്സ് നെയിം ആൻഡ് സിഗ്നേച്ചർ, അത് കഴിഞ്ഞ് റിസീവേഴ്സ് അഡ്രസ് ഇൻ എ ബോക്സ് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോമൽ ലെറ്ററും ഇൻഫോമൽ ലെറ്ററും എഴുതുന്നത്. വളരെ വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ സജഷൻസും ഒക്കെ തന്നെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസകളോട് നിർത്തുന്നു. സൈനിങ് ഓഫ്, ഹുസ്ന. ഗുഡ് ബൈ.